ഓ നീ ആ ചേച്ചി ഞാനായിരുന്നു. നീ എന്തെന്നാ മിണ്ടാതെ പറയാതെയൊക്കെ വന്നേ? ഒന്നുമില്ല, ആങ്ങളെ വിളിച്ച് വരുത്തിയതായിരിക്കും. ഉത്സവം കൂടാന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. കുറെ നാളായാലും ഇറങ്ങി പോയിട്ട് ഇവിടുന്ന് കയറി വരാതിരുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, കേറ്. നീ ഇങ്ങനെ പറയാതെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവനെ മക്കളെ എന്തെന്നാ നീ കൂട്ടാത്തെ? പറയാതെ വന്നതൊക്കെ എന്റെ വീട്ടിലോട്ട് തന്നെയല്ലേ ചേച്ചി വന്നേക്കണേ. എന്തിപ്പോ പറയാനാ ഞാന്? ഏട്ടനും മക്കളൊക്കെ പണിക്ക് പോയി, മക്കള് വീട്ടിലുണ്ട്. മക്കൾ അമ്മേടെ അടുത്തുനിന്ന് പോരൂല, അതുകൊണ്ടാ. അല്ല, അന്ന് ഇറങ്ങിപ്പോയതാണേ. അച്ഛന്റെ അമ്മേന്റെ ഒക്കെ മരണം കഴിഞ്ഞപ്പോ അങ്ങ് ഇറങ്ങിപ്പോയതാ. പിന്നെ നീ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അന്ന് പോയതാണ്. പക്ഷേ എനിക്ക് വരവൊന്നും നടന്നില്ല ചേച്ചിയെ. മക്കളുടെ സ്കൂളും ഏട്ടന്റെ ജോലിയും എല്ലാം കൂടി ആയിട്ട് എനിക്ക് വരവ് നടന്നില്ല. ഞാനും ജോലിക്ക് പോയി ചെറിയൊരു പണിക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ അവസ്ഥ അതുപോലെയാണ്. എപ്പോഴും വരാൻ പറ്റിയില്ല. എന്തായാലും നീ ഇവിടെ ഇരിക്കും. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല. നീ അവിടെ ഇരിക്കുന്ന എന്റെ ആങ്ങളെ വരുമായിരിക്കും. ചേച്ചി ചെയ്തോ. എന്തിനാ ഇപ്പൊ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ നാട്ടില്ല? അല്ലേ തന്നെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ. ആർക്കും ഒന്നും അറിയുകയും വേണ്ട. അച്ഛനും അമ്മയും വെച്ച് പറഞ്ഞ് പോയോളാണ്. ഇപ്പൊ ഒരു എന്തെങ്കിലും വിശേഷങ്ങളോ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് എന്ന് കണ്ടോ വരവാണ്. മര്യാദക്കൊന്ന് ആങ്ങളുടെ കൂടെ പുറത്തു പോകാൻ സമ്മതിക്കുക. അവനെയും കൂട്ടി അങ്ങ് കുറ്റൂടെ? ഞാൻ കേട്ടോ. ആ ഇല്ല, ചേച്ചിൻ്റെ ഇവിടെ ഇല്ല. ഇവിടെ പുറത്തു പോയതൊക്കെ ഉണ്ടാകുന്നു. ഇപ്പൊ വരുമായിരിക്കും. വൈകുന്നേരം വരൂല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞാൻ എത്ര കാലം കൂടിയിട്ടാണ്. മറ്റന്നാൾ വരും. ഉറപ്പ്. അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് മറ്റന്നാൾ എന്തായാലും. നീ എന്തെന്നാ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്പലത്തിൽ പോകുന്നതും എന്തൊരു ഉത്സവമായിരുന്നു. എല്ലാവരും വരും, കുടുംബക്കാരും എല്ലാവരും വരുമല്ലോ. ഓ, അതാണോ? അതൊന്നും ഞാൻ എന്റെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഓർക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ സ്വന്തമായിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പച്ച വെള്ളമെങ്കിലും സമാധാനത്തോടെ കുടിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു?
ഉത്സവമൊക്കെ തന്നെ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, ഉത്സവമൊക്കെയാണ്. പക്ഷെ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. നമ്മളും ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നതാണ്, വരുന്നതും പോകുന്നതും ഒക്കെ എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട്. ചേച്ചി പറയുന്നത് ശരിയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ എല്ലാവരുമായിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിന് സന്തോഷമില്ല. ഏട്ടൻ വിളിച്ചതുകൊണ്ട് വന്നതാണ് ഞാൻ. എല്ലാരും സാധാരണ അവരെന്റെ കെട്ടിയന്റെ മക്കളുടെ ഒക്കെ കൂടെ സ്വന്തമായിട്ട് പോവാനൊക്കെ ഇഷ്ടപ്പെടുക. എല്ലാരും ഇപ്പം അങ്ങനെയൊന്നല്ല, നീയും നിന്റെ ഫാമിലി ഒക്കെ ആയിട്ട് പോകാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്തായാലും പെങ്ങളെ വിളിച്ചു വരുത്തിയതല്ലേ ആങ്ങള. പെങ്ങളും ആങ്ങളെ എല്ലാരും കൂടെ പൊയ്ക്കോ അമ്പലത്തിലേക്ക്. ഞാൻ എന്തായാലും ഇല്ല. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഞാൻ എന്റെ അമ്മേനെയും ആങ്ങളേനെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഉച്ച കഴിയുമ്പോൾ വരും. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സന്തോഷത്തോടെ അമ്പലത്തിൽ പോകാനിരുന്നതാ. ആണോ? എല്ലാവരും വരുന്നുണ്ടോ? എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു സന്തോഷമാവില്ല ചേച്ചി. അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇവിടെ വരുമ്പോൾ എല്ലാവരും കൂടെയൊക്കെ പോകാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ആ, നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പിള്ളേരൊന്നും വന്നില്ല? ഇല്ലേടാ, മക്കളെ കൊണ്ടുവന്നില്ല. പിന്നെ അളിയന് പണിയുണ്ട്, അതാണ് നമുക്ക് വരാൻ പറ്റില്ല. ഹലോ. ആ, എവിടെയാ? ശരി, നീ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം, വിളിച്ചിട്ട് വരാം. ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാം. വന്നോ? നിങ്ങളുടെ പെങ്ങള് വന്നിട്ടുണ്ടല്ലോ. അല്ല, അമ്പലത്തിൽ ഉത്സവത്തിന് കൂടാൻ പോകുന്നതല്ലേ, എല്ലാവരും ഒരു നമുക്ക് അമ്പലത്തിൽ പോവാം. നിങ്ങൾ പെങ്ങളെയും കൂട്ടി അങ്ങ് പോയാൽ മതി, ഞാനില്ല. ഇപ്പൊ നിനക്കെന്താ കുഴപ്പം? അവളല്ല വല്ലപ്പോഴും ഒന്ന് അല്ല കയറി വരുന്നുള്ളൂ. ഒരു ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനെ വരുന്നതല്ലേ, എല്ലാ പ്രാവശ്യവും വരുന്നതല്ലേ, ഉത്സവം കൂടാൻ വേണ്ടി വരുന്നതല്ലേ. നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? എനിക്ക് താല്പര്യമില്ല. നമ്മളൊരു കുടുംബമായിട്ട് എന്തായാലും എന്റെ അമ്മ ആങ്ങളെ ഒക്കെ വരാൻ പറഞ്ഞതല്ലേ. അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ ഇവിടെ ഇപ്പൊ വലിച്ചു കയറ്റി കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. ഞങ്ങളിത് സന്തോഷത്തോടെ കഴിഞ്ഞാൽ നിനക്കറിയോ? അത് പിന്നെ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് പിന്നെ ഉത്സവത്തിന് മാത്രമല്ലേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ അമ്മേനെയും ആങ്ങളേനെയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല, ആങ്ങളെയും പെങ്ങളും കൂടെ എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ വരാതിരുന്ന പ്രശ്നമില്ലല്ലോ, എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. നിങ്ങൾ വെറുതെ കച്ചറ കൂടണ്ട, എൻ്റെ പേരിൽ കച്ചറ കൂടണ്ട. നിങ്ങൾ സന്തോഷമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വാ, ഞാൻ പിന്നെ വരാം. നീ അവിടെ പോയിരിക്കും, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം അമ്പലത്തിലും പോകണ്ട, ആരും പള്ളിയിലും പോകണ്ട, എവിടെയും പോകണ്ട. നിന്റെ ആങ്ങളെയും അമ്മയും ഒന്നും ഇങ്ങോട്ട് വരുവാൻ വേണ്ട. കഴിഞ്ഞില്ലേ?